സർ, അലി ഖമനി കോമയിലാണെന്നൊക്കെ വാർത്ത വരുന്നുണ്ടല്ലോ. ഇനി പുതിയ തലവൻ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇറാൻ കൂടുതൽ ഊർജ്ജസ്വലമാവുമെന്ന് പറയുന്നു. ഇസ്രായേലിനെ തകർക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. രഹസ്യ യോഗമായിരുന്നു പുറത്തു വന്നത്. ഈ കോമയിലിടയിലാണല്ലോ അദ്ദേഹം പിന്നെ അംബാസഡർ, ലെബനിലെ അദ്ദേഹത്തിന്റെ അംബാസഡർ, ഇറാന്റെ അംബാസഡറുമായിട്ട് മീറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും കോമയാണോ അതോ അദ്ദേഹം ഊർജ്ജസ്വലനാണോ എന്നതിനെ കുറിച്ചിട്ട് സംശയമുണ്ട്. ഈ വാർത്ത പുറത്തുവിടുന്നത് പിന്നെ ഇർണയാണ്, അവരുടെ ഒഫീഷ്യൽ ഏജൻസിയാണ് ഇറാന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വിശ്വസനീയമാണെന്നും സംശയമുണ്ട്. കാരണം ഒരുപക്ഷെ ഖമനേയി അനുകൂലികളെ അല്ലെങ്കിൽ ഈ പിന്നെ ഇവരുടെ ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ ഒരു സന്തോഷത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുമായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചു. അതിനിടെ ഇന്നലെ ചില വാർത്തകൾ വന്നത് ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയും വന്നിരുന്നു. പക്ഷെ അതിന്റെ സ്ഥിരീകരണം, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും മരിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോമയിലാണെങ്കിലും അതിന്റെ സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഇവര് വാർത്ത ചില മൂടി വയ്ക്കും. കാരണം ഖമനേയിയുടെ നഷ്ടം എന്ന് പറയുന്നത് ഈ ഇറാന്റെ പരാജയം എന്ന് കൂട്ടേണ്ടി വരും. അപ്പൊ ആ പരാജയം അവർ വളരെ പെട്ടെന്ന് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കഥകളും അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളും ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അതായത് ലോകത്തിലെ ഇനി ബാക്കി വരാനുള്ള ഒരു വാർത്ത ഈ പറഞ്ഞ പോലെ ഖമനേയിയുടെ മരണമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതാ പലതരത്തിലുള്ള വാർത്തകളും വരുന്നുമുണ്ട്. ഇങ്ങനെ പല വാർത്തകളും ആദ്യം കള്ള വാർത്തകളാണ് എന്നും വ്യാജ വാർത്തകളാണെന്നും പറയുകയും അത് പ്രചരിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് അത് സത്യമാകുന്ന സാഹചര്യമാണ് പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഖമനേയി ഇപ്പോൾ ഈ കോമയിലാണ് എന്ന അവസ്ഥ അല്ലെങ്കിൽ കാര്യം, അല്ലെങ്കിൽ ഖമനേയിയുടെ ആ ഒരു ഗുരുതരാവസ്ഥ നമ്മൾ സത്യമാണെന്ന് പിന്നീട് തെളിയിക്കുക അല്ലെങ്കിൽ അറിയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് ഇദ്ദേഹം കോമയിലാണോ അത് ഇദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. കാരണം രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലത്തും ഈ പറഞ്ഞ അടിയും തിരിച്ചടിയും നടക്കുന്നു. അതിനിടയിൽ ഈ പേജർ എക്സ്പ്ലോഷനിൽ കൊല്ലപ്പെട്ട മുസ്തഫ അമാനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അംബാസഡറെ ഇദ്ദേഹം മീറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഗുരുതര പരിക്കായിട്ട് കിടന്ന ആളാണ് ഈ അമാനി. അപ്പോൾ പുള്ളി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇദ്ദേഹത്തിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഖമനേയിയുടെ ഹൈഡ് ഔട്ട് ഇസ്രായേൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം ഈ പേജർ എക്സ്പ്ലോഷനിൽ മരിച്ചവരെ കൂടാതെ ആരൊക്കെ പരിക്കേറ്റിട്ടുണ്ടോ ആ പരിക്കേറ്റ് ചികിത്സയിൽ കിടന്ന ആശുപത്രിയിലെല്ലാം ഇവര് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ, അവരുടെ മൊസാദ് ചാരസംഘടന കൃത്യമായി ഇവരുടെ മൂവ്മെന്റ്സ് അവര് പിന്നെ വാച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹത്തിന്റെ യാത്രാ വഴികളും എവിടെയാണ് പോയതെന്നും അവര് ഒരുപക്ഷെ കണ്ടെത്തിയിട്ടുണ്ടാകാം. അങ്ങനെ അവർ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ഖമനേയിയുടെ കാര്യം വലിയ കഷ്ടമായി വരും ദിവസങ്ങളിൽ. കാരണം ഈ ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കാനല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ ഇദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ വളരെ സുരക്ഷിതനായി കഴിയുന്നുവെന്നാണ് പിന്നെ വിവരങ്ങളുള്ളത്. ആ അജ്ഞാത കേന്ദ്രം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അമാനി വഴി പബ്ലിഷ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ, അതായത് അല്ലെങ്കിൽ ഇസ്രായേൽ കണ്ടെത്തുകയാണ് എങ്കിൽ ഈ യുദ്ധത്തിനൊരു അന്ത്യം കുറിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഖമേനിയെ കൊലപ്പെടുത്താനും ഇസ്രായേൽ തയ്യാറാണ്. ഈ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മരണപ്പെട്ട ആ ഘട്ടത്തിൽ ഈ ഖമനേയിയെ ഒളിപ്പിക്കാനായിരുന്നു സത്യത്തിൽ ഇറാൻ ജനത അല്ലെങ്കിൽ ഇറാൻ സൈന്യം സമയം കളഞ്ഞത് എന്നുള്ള വാർത്തയുണ്ട്. അതായത് ഇനി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം നേരെ ഇസ്രായേൽ പോകുന്നത് ഖമനേയിയെ തീർക്കാനാണെന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒളിപ്പിക്കാൻ ഖമനേയിയെ ഇടങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് മാളത്തിൽ നിന്ന് പുറത്തു വരികയും തോക്ക് ഏന്തി 5 വർഷത്തിന് ശേഷം അവിടുത്തെ ജനത്തെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ അപ്പോൾ തന്നെ ഇറാനിലെ ഈ ഒരു പരമോന്നത നേതാവിനെ ഇല്ലാതെയാക്കാൻ ഹിറ്റ് ലിസ്റ്റിലെ ഒരു പ്രധാനിയാണ്, ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ഈ ഖമനേയി എന്ന് പറയുന്നത്. ഇസ്രായേൽ ഈ പറയുന്ന കഥകളൊക്കെ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇസ്രായേൽ എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഈ പുറത്തു വരുന്ന കഥകളെയൊക്കെ? കാരണം ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള ഇസ്രായേൽ മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ നെതന്യാഹു ഇതിനെ മനസ്സിലാകുന്നത്? ഈ വരുന്ന വാർത്തകളെ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇതില് അതാണ് ഞാൻ പറഞ്ഞത്, അർദ്ധസത്യങ്ങളാണ് പലതും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഒരു വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളും അവർ ഒഫീഷ്യലി എന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമുക്ക് പൂർണ്ണ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ മൊറയിൽ യുദ്ധം ചെയ്യുന്ന ആളുകളുടെ മൊറയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിൽ അവരുടെ സൈന്യത്തിന്റെ IDF-ന്റെ മൊറയിൽ കാത്തുസൂക്ഷിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. ഇപ്പുറത്ത് ഈ തീവ്രവാദികളുടെ
മുറയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഖമനേയിയുടെയും ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാർത്തകളൊക്കെ പിന്നെ അവരുടെ സഖ്യത്തിൽ നിൽക്കുന്നവർക്ക്, അവരുടെ ആളുകൾക്ക് ഊർജം നൽകാനും അല്ലെങ്കിൽ അവർ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും മിക്കവാറൊക്കെ വരിക. പക്ഷെ എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. അല്ലെങ്കിൽ ഇഫ് യു റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഈ ഇസ്രായേൽ പുറത്തുവിടുന്നതിനേക്കാൾ ഏറെ ഇപ്പം കൂടുതൽ വാർത്തകൾ നമുക്ക് കിട്ടുന്ന അമേരിക്കൻ ഭാഗത്തു നിന്നാണ്. കാരണം അവർ കൃത്യമായിട്ട് ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നാണ് കൂടുതൽ വിശ്വസനീയമായ വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഇസ്രായേൽ ഇവരുടെ ഈ ഹിസ്ബുള്ളയുടെയോ അല്ലെങ്കിൽ ഖമനേയിയോ വിടുന്ന വാർത്തകളെ അവര് തൊണ്ടോടാതെ വിഴുങ്ങത്തില്ല ഒരിക്കലും. സ്വാഭാവികമായിട്ടും അവർ സംശയത്തിലേ കാണത്തുള്ളൂ. കാരണം അവർക്ക് ചാരന്മാരുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, അതുവഴി അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അവർ തേടുന്നുണ്ട്. അല്ലാതെ ഇവർ ഒഫീഷ്യലായിട്ട് പുറത്തിറക്കുന്നതിനെ ഒരു കാരണവശാലും അതുപോലെ ഇസ്രായേൽ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അങ്ങനെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇസ്രായേൽ. അതുകൊണ്ടാണ് അവർ ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നാളെയും അവർക്ക് പിടിച്ചേക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ ബുദ്ധി എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദം നീങ്ങുന്നത് എന്നുള്ള മുൻകൂട്ടി അറിയാനുള്ള ശേഷി ഇസ്രായേലിന് ഉണ്ടാവണം. അത് അവർക്ക് ഉണ്ട് എന്നാണ് ഈ സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് പരമോന്നത നേതാവ് എന്ന ലേബലിക്കുന്ന ഈ ഖമനേയി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ അല്ലെങ്കിൽ ഖമനേയെ വിറപ്പിക്കുന്ന ഈ 85 വയസ്സിലും കടൽ കിഴവൻ എന്നാണല്ലോ പറയുന്നത്. അതായത് അയാളുടെ തന്ത്രവും ബുദ്ധിയും ഒക്കെ തന്നെ ലോകശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അമേരിക്ക പോലും ഒരു പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇറാനെ നമ്മൾ ഭയക്കേണ്ട ഒരു ചെറിയ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് മുൻപിൻ നോക്കാതെ പലതും ചെയ്യാനുള്ള ഇടമുണ്ട്. കാരണം അവർക്ക് പോലും പിന്നീട് ദോഷം വരുമെന്ന് അറിഞ്ഞിട്ട് പോലും ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളുണ്ട്. എന്നാൽ അവർ അത്ര മണ്ടന്മാരുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ലോകക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഈ പരമോന്നത നേതാവിനൊരു പദവി ഉണ്ടല്ലോ. നമുക്ക് അതിനെ കൂട്ടി വായിക്കാൻ കഴിയും. ഈ ഖമനേയി വലിയ തന്ത്രശാലിയാണെന്ന് ശ്രീജ പറഞ്ഞ തീരെ യോജിപ്പില്ല. കാരണം ഒരു തന്ത്രവും ഇദ്ദേഹത്തിന്റെ പക്കലില്ല. ആകെ ഖമനേയിയുടെ പക്കലുള്ളതെന്ന് പറയുന്നത് അയാൾ പോയി വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെക്കാനും പോയി കുത്തിക്കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ഈ പിന്നെ തീവ്രവാദികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത്. അവരിപ്പോ ചതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇറാനിയൻ ജനത മഹാഭൂരിപക്ഷവും ഇദ്ദേഹത്തിനെതിരാണ്, മനസ്സുകൊണ്ടെങ്കിൽ പോലും. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഈ അവിടെയുള്ള കർക്കശമായ നിയമങ്ങൾ, ശരിയായ നിയമങ്ങൾ, അത് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വീർപ്പൂട്ടി കഴിയുന്ന ആളുകളാണ്. ആ വീർപ്പൂട്ടെല്ലാം അവർ മാനസികമായി എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം കൊല്ലപ്പെടണം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്വതന്ത്രമായ ജീവിതം നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇറാനിലെ ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് തന്ത്രങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു വലിയ തന്ത്രശാലിയുമില്ല. മറിച്ച് നേരത്തെ പറഞ്ഞല്ലോ പരമോന്നത നേതാവിന്റെ ആത്മീയ ആചാരം എന്നൊക്കെ പറയുന്നത്, അദ്ദേഹം ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ നടപ്പിലാക്കാനായിട്ട് മതപോലീസുണ്ട്, സർക്കാർ ഭാഗത്തുള്ള മതപോലീസുണ്ട്, തീവ്രവാദികളുണ്ട്. അവർ പോയി ആ ദൗത്യം പൂർത്തിയാക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ. അതായത് മുൻപിൻ നോക്കാതെ ശത്രുക്കളെ വകവരുത്തുന്നത് തന്ത്രം ഒന്നുമല്ല, അത് ഈ പറഞ്ഞതുപോലെ മണ്ടത്തനമാണ്. ശരിക്കും ഖമനേയി എന്ന് പറയുന്ന നല്ലൊരു മണ്ടനാണ്. ഈ നമ്മുടെ പലസ്തീനുമായിട്ട്, അതായത് ഗാസയുമായി ഹമാസുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് ഈ യുദ്ധം ഹമാസിൽ ഗാസയിൽ തീരേണ്ടതായിരുന്നു. ഒരു കാരണവശാലും അത് അതിന് പുറത്തേക്ക് പോവില്ലായിരുന്നു. ഇത് എന്തിനാണ് ഇറാൻ ഇത് ഏറ്റെടുത്തത്? അതിന് ഉള്ള കാരണം എന്ന് പറയുന്നത് ഈ തീവ്രവാദികളെ നിരന്തരമായി തീറ്റിപ്പോറ്റി കൂടെ നിർത്തിയാൽ മാത്രമേ ഈ ആത്മീയ ആചാര്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും സോഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇവരെ നാളെ ആരും അംഗീകരിക്കില്ല. ഒരു പക്ഷേ ഈ നിയമങ്ങൾ കർക്കശ നിയമം അല്ലെങ്കിൽ അവിടുത്തെ ജനത ഇദ്ദേഹത്തെ അംഗീകരിക്കുമോ? ചിലപ്പോൾ അവർ കല്ലെറിഞ്ഞു കൊല്ലും ഇദ്ദേഹത്തെ. ഇതാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളും ലോകവും പ്രകീർത്തിക്കുന്നു അദ്ദേഹം ആത്മീയ ആചാര്യനാണ്, ഈ പരമോന്നത നേതാവാണെന്ന്. ഈ പറഞ്ഞ സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകളെ പോയി വെടിവെച്ച് കൊല്ലുന്നതാണോ ഒരു പരമോന്നത നേതാവിന്റെ ഗുണം? അല്ലെങ്കിൽ ആത്മീയ ആചാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന്റെ പല പരിമാനം ഒരു കശാപ്പുകാരനെ പോലെയല്ലേ. ആളുകളെ ഈ നിഷ്കരണം കൊലപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ പോക്ക്. അതുകൊണ്ട് അദ്ദേഹം ഒരു തന്ത്രശാലി ഒന്നല്ല, അദ്ദേഹം എന്ന് പറയുന്ന നല്ല ഒന്നാം നരാധമനാണ്. ആളുകളെ കൊലയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നരാധമനെ വധിക്കാൻ എന്തുകൊണ്ടാണ് ഇസ്രായേൽ അപ്പോൾ അത്രയും ഒരു തയക്കം കാണിക്കുന്നത്? അതാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഈ ഖമനേയി
പിന്നെ ഇനി അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും, കൊല്ലപ്പെട്ടാലും മരണപ്പെട്ടാലും ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പുറത്തു വരുത്തൂ. അതിനൊരു കാലതാമസം എടുക്കും. കാലതാമസം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം ഇറാനും ഹിസ്ബുള്ളയ്ക്കും ബ്രദർഹുഡിനും ഒന്നും താങ്ങാൻ പറ്റില്ല, ആ മാസങ്ങളൊക്കെ താങ്ങാൻ പറ്റില്ല. കാരണം പിന്നെ ഇനി അവരെ നയിക്കാൻ ഇവർക്ക് ഈ പരമോന്നതാവെന്ന് പറയാൻ ഒരാളില്ല. ഇല്ലെങ്കിൽ ഇനി ഇദ്ദേഹത്തിൻ്റെ ജൂനിയർ ആരെങ്കിലുമൊക്കെ വരണം. പക്ഷേ ഖമനേയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് പുതുതായിട്ട് വരുന്ന ആളിന് കിട്ടണമെന്നില്ല. ഇനി അത്ര ഈസി ആയിട്ട് ഒരു പുതിയൊരു നേതാവിന് വന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ, ഇസ്രായേൽ വളരെ സജീവമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യവും വിരളമാണ്. രണ്ടാമത്തെ മകൻ പക്ഷെ കുപ്പായം തയ്ക്കുന്നുണ്ടെന്നൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഉണ്ട്, അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. കാര്യം മോസ്തഫ ഖമനേയി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഇളയമകൻ പിന്നെ ഖമനേയിക്ക് ശേഷം ഈ പറഞ്ഞ ആത്മീയ ആചാര്യന്റെ സ്ഥാനം ഏറ്റെടുക്കുമെന്നും പുള്ളിയാണ് ഖമനേയി പ്രപ്പോസ് ചെയ്യുന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതും എത്രത്തോളം വിശ്വസനീയമാണെന്ന് വരും ദിവസങ്ങൾ അറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിന്നെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഒരു അനന്തരാവകാശിയെ സ്വഭാവമായിട്ട് പ്രഖ്യാപിക്കും. പക്ഷെ ആ പ്രഖ്യാപിക്കുന്ന അനന്തരാവകാശിയുടെ ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ കഴിവും പിന്നെ അതിന് ഇസ്രായേൽ എങ്ങനെ കാണുന്നുള്ള അനുസരിച്ചിട്ട് തുടർന്നവരുടെ മുന്നോട്ടുള്ള പോക്ക്. ഈ ഒരു അച്ചുതണ്ടിൽ എന്തായാലും വളരെ ഈ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരോ ഇറാനിലെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണമെന്ന് ആയിരിക്കില്ല നമുക്ക് അടിയുറച്ച് പറയാൻ കഴിയുമല്ലോ. മാത്രമല്ല ഈ പറയുന്ന രണ്ടാമത്തെ മകന്റെ നേതൃത്വത്തിൽ അവിടെ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇറാനിൽ. അതായത് ബുർക്ക ധരിക്കാത്ത, തലയിൽ തുണി ഇടാത്തത് അതിൽ മാനസിക രോഗമാണ് എന്ന് പറയുകയും അതിന് ചികിത്സിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്ലിനിക്കുകൾ ഇയാളുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അദ്ദേഹം പരമോന്നത നേതാവ് ആകുമ്പോൾ ഇറാന്റെ അവസ്ഥ പിന്നെ എന്താകും? മനസ്സിലാകുന്ന കാര്യം അപ്പൊ ഇതിൽ മാനസിക രോഗി ശരിക്കും അവിടെയാണ് നമ്മൾ ജനം ചിന്തിക്കേണ്ടത്. ഈ ബുർഖ ധരിക്കണം എന്ന് പറയുന്നത് അവരുടെ മതനിയമം അനുശാസിക്കുന്ന ഒരു സാധനമാണ്. പബ്ലിക് പ്ലേസിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു അപ്പിയറൻസ് നിങ്ങൾ കാണിക്കേണ്ടതില്ല. സ്ത്രീകളെല്ലാം ഈ പറഞ്ഞ പൊതിച്ചു മൂടി ചാക്കിനുള്ളിൽ നടക്കണം എന്ന് അത് അവരുടെ ഒരു മതനിയമത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെയ്യുന്നതാണ്. അത് ഈ സ്ത്രീകളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്, ഒരിക്കലും അല്ല. അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. നാളെ അടിച്ചേൽപ്പിക്കില്ല എങ്കിൽ എന്ത് ചെയ്യും? അവരിതെല്ലാം വലിച്ചു കളയും. മറ്റ് നാട്ടിലുള്ള ആളുകൾ നടക്കുന്ന പോലെ മാന്യമായ സംഭവം നടക്കും. പക്ഷെ ഇദ്ദേഹം പറയാണ് അവരെ ചികിത്സിക്കാൻ ഞാൻ മാനസിക ആശുപത്രികൾ തുറക്കുന്നതിന്റെ അർത്ഥം ഇദ്ദേഹമാണ് ഏറ്റവും വലിയ മാനസിക രോഗി. അങ്ങനെ എന്ത് മാനസികമായ ചികിത്സയാണ്? ഈ സൈക്കോളജിയൊക്കെ നമുക്കറിയാവുന്ന സൈക്കോളജിയുടെ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു മനഃശാസ്ത്രപരമായി സമീപനം നടത്തി മാറ്റാൻ കഴിയും തോന്നുന്നില്ല. കാരണം ഇതൊരു മത നിയമമാണ് ഇവർ ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പിന്നെന്താണ് ഈ പൊതുസ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള വേഷങ്ങൾ ധരിക്കണം എന്ന് പറയുന്ന മത നിയമമാണ്. മത നിയമം പാലിച്ചതിനോട് കടുത്ത ശിക്ഷയുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് ഇന്ത്യൻ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു മാനസികമായ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യം. അപ്പം പുള്ളിയും വലിയ മണ്ടനാണ് എന്നാണ് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയും. വരും ദിവസങ്ങളിൽ അറിയാം എങ്ങനെയാണ് അങ്ങനെ ആചാരനാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വരും ദിവസങ്ങൾ നമുക്കറിയാം. ഈ അമേരിക്കയുടെ ഒരു നീക്കം അല്ലെങ്കിൽ ജനുവരി 20 ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്കൊരു പക്ഷെ പറയേണ്ടി വരും. ട്രംപ് അധികാരത്തിൽ ഏറുകയാണ്. ട്രംപ് അധികാരത്തിലേറുമ്പോൾ ഇപ്പോഴും പറയുന്നത് ഇറാനുമായി മുൻപുണ്ടായിരുന്ന തരത്തിലുള്ള ശത്രുതാ മനോഭാവമോ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ, ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഒരു അധികാരം ഏറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് കൂടി. ഈ അനുരഞ്ജനം ഉണ്ടാവുകയാണെങ്കിൽ ഭീഷണിയുടെ പേരിലായിരിക്കും അനുരഞ്ജനം നടക്കുക. കാരണം ട്രംപിനെതിരെയുള്ള വധശ്രമങ്ങളും അതിനകത്തൊരു ഇറാൻ പൗരൻ ഉൾപ്പെട്ടതും ഒക്കെ ഈ പറഞ്ഞ പോലെ അമേരിക്ക പ്രത്യേകിച്ച് ട്രംപിന്റെ കൂട്ടാളികൾ അസ്വസ്ഥപ്പെടുന്നതാണ്. മാത്രമല്ല ട്രംപ് പിക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെ ഗവൺമെന്റ് ഉണ്ടാവേണ്ട ആളുകളെല്ലാം തന്നെ ഈ പറഞ്ഞ ഇസ്ലാമിക് തീവ്രവാദത്തെ ശക്തമായിട്ട് എതിർക്കുന്നവരും അതിനുവേണ്ടി സ്ഥിരമായി പോരാടുന്ന ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1-to-1 ഫൈറ്റിന് പകരം ഭീഷണിപ്പെടുത്തി നിന്നെ ഞാൻ ശരിയായി കളയും, നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ നിനക്ക് ദോഷമാണ് എന്ന് പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയിൽ കൂടെ വരുത്താനായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ശ്രമിക്കുക. ഇല്ല എങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിക്കും. നേരിട്ട് ഒരു പക്ഷേ അമേരിക്ക പോയി ആക്രമിക്കുന്നില്ല, അതിന്റെ ആവശ്യം അവർക്കില്ല. പക്ഷെ ഇസ്രായേലിന് എല്ലാ സപ്പോർട്ടും കൊടുത്തത് ആയുധപരമായിട്ടും ആശയപരമായും അതുപോലെ തന്നെ ഭൗതികമായിട്ടും എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് ഇസ്രായേലിനെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ഇറാന്റെ ഈ ഇസ്ലാമിക ഭരണത്തെ അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചിരിക്കും. അതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ സാർ എന്ത് സംഭവിക്കും. തീർച്ചയായിട്ടും. നമസ്കാരം.